ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രവും ശിവകാർത്തികേയൻ്റെ അമരൻ എന്ന് പറയുന്ന ചിത്രവും ഒരേ ദിവസമാണ് തിയേറ്ററിൽ എത്തിയത്. രണ്ട് സിനിമകളും ഇന്ന് ബോക്സ് ഓഫീസിൽ 40 ദിവസങ്ങൾ പൂർത്തിയാക്കുന്നു. വേൾഡ് വൈഡിൽ നിന്ന് 300 കോടിയോളം രൂപ കളക്ഷൻ നേടിയ അമരൻ എന്ന ചിത്രം, അതുപോലെ DQൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം വേൾഡ് വൈഡിൽ നിന്നും 115 കോടിയോളം രൂപ നേടി. എന്നാൽ 39ാമത്തെ ദിവസവും ഇന്നലെ ഞായറാഴ്ച ഈ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ എങ്ങനെ പോയി എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഭാസ്കറിൻ്റെയും അമറിൻ്റെയും ബുക്കിങ്ങിൻ്റെ സ്ക്രീൻഷോട്ട് രാത്രി ഏകദേശം ഒരു 10 മണിക്ക് ആവുന്ന സമയത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന സമയത്ത് മനസ്സിലാവും ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം എന്താണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഇപ്പോഴും കാഴ്ചവെക്കുന്നത് എന്ന്. ഇന്നലെ ചെന്നൈ ഏരിയയിലെ ഒട്ടുമിക്ക ഷോകളും ലക്കി ഭാസ്കറിൻ്റേത് ഹൗസ്ഫുൾ ആയപ്പോൾ ഒരേ ദിവസം തിയേറ്ററിലെത്തിയ അമരൻ എന്ന് പറയുന്ന ചിത്രത്തിന് അവരവരുടെ സ്വന്തം സിനിമയ്ക്ക് പോലും വലിയ രീതിയിലുള്ള ചലനം സൃഷ്ടിക്കാൻ ഇന്നലെ സാധിച്ചിട്ടില്ല. അവിടെയാണ് DQവിൻ്റെ ഡബ്ബിംഗ് പതിപ്പായ തമിഴ് വേർഷൻ കാണാൻ നല്ല രീതിയിലുള്ള ആളുകൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. DQവിൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ 12 ദിവസത്തോളമായി OTTയിൽ 5 ലാംഗ്വേജിൽ റിലീസായിട്ട്, എന്നിട്ടും വലിയ രീതിയിലുള്ള ആളുകളാണ് ഈ ഒരു സിനിമ കാണാൻ ഇപ്പോഴും തിയേറ്ററിൽ എത്തുന്നത്. വലിയ ബഡ്ജറ്റിൽ തിയേറ്ററിൽ എത്തിയ അമരൻ എന്ന ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്നും വലിയ രീതിയിലുള്ള കളക്ഷൻ നേടാൻ സാധിച്ചെങ്കിലും ഇപ്പോൾ ഈ ഒരു ചിത്രം ലോങ് റണ്ണിൽ സ്റ്റഡി കളക്ഷൻ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത് DQവിൻ്റെ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിനാണ്. ഓക്കെ, ബൈ.